ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. തെറ്റിയൊക്കെ ഞങ്ങൾ കാണിച്ചു. അപ്പം ഞങ്ങളിത് ആ മേക്കപ്പിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഞങ്ങളെ മേക്കപ്പ് ആയിരുന്നു തുടങ്ങേണ്ടത്. പക്ഷേങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കുറച്ച് നേരം വൈകിയതുകൊണ്ട് വേറെ കുട്ടികളത് തുടങ്ങിപ്പോയി. അപ്പം ഞങ്ങളിങ്ങനെ ഓരോരുത്തരും കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്താവോ എന്തോ ഒന്നും അറിയാത്തൊരു ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫേസിൽ ഓരോന്നാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ബോക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ ബോക്സാണ്. അതിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എന്നുവെച്ചാൽ വാടകയ്ക്ക് റെൻറ്റിന് എടുക്കാത്ത സാധനങ്ങളാണ്. ചെലങ്ക, ഹെയർ, കൊണ്ട, അങ്ങനത്തെ ഹെയർ പിന്ന്, അങ്ങനത്തെ നമുക്ക് സ്വന്തം വേണ്ട, ഇനി അടുത്ത പ്രോഗ്രാമിന് വേണ്ട സ്വന്തം സാധനങ്ങളാണ് ബോക്സ്. അത് ഇപ്രാവശ്യം ഞങ്ങൾ ഒന്നും അറിയേണ്ടി വന്നില്ല. ഫുൾ സെറ്റ് നമുക്ക് തന്ന് നേരെ ആ പെട്ടി എടുത്ത് പോയാൽ മതിയായിരുന്നു. പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങി വെക്കേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളെ മുഖം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ പേടിയാവുന്നൊരവസ്ഥയായിരുന്നു ഫസ്റ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞപ്പോൾ കേട്ടോ. പിന്നെ ഓരോ സെക്ഷൻ ബേസാണ്, ഓരോരുത്തരാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ ഓരോരുത്തരാണ് സെക്ഷൻ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് സംഭവം കുറച്ചേ ഉള്ളൂ, എന്തിനാ അത്ര നേരത്തെ പോയി ഒരുങ്ങുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല ടൈം എടുക്കുന്നുള്ള കാര്യം. ആദ്യമായിട്ടായതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈം അതിനോട് ഒന്നും അറിയില്ലായിരുന്നല്ലോ. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോന്ന് അവിടെ കഴിയുമ്പോൾ ഇവിടേക്ക് മാറിക്കും, അവിടെ കഴിയുമ്പോൾ ഇവിടേക്ക് ഓരോന്ന് പഠിച്ചു തുടങ്ങി. പിന്നെ ചെറിയ മക്കൾ ഹെയറിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഓരോതായ കളിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഓരോ മേക്കപ്പും കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്കാണ് കേട്ടോ ചെയ്തത്. കാരണം വെച്ചാൽ ഒരു ചൊറിഞ്ഞാലോ ഒക്കെ വിചാരിച്ചിട്ട് മേക്കപ്പൊക്കെ പോയി പോകുന്നൊക്കെ വിചാരിച്ചിട്ട് ലാസ്റ്റിലേക്കാണ് ചെയ്തത്. പിന്നെ ഈ ഐ മേക്കപ്പും ഐലാഷസൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് നേരത്തേക്ക് എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. പിന്നെ അത് അങ്ങോട്ട് സെറ്റായി, കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വന്ന്, നമ്മൾ അറിയാത്ത രീതിയിൽ. മറ്റേ മേലോട്ടേക്ക് നോക്കുമ്പോൾ ആകെപ്പാടെ ഒരു ബ്ലാക്ക് കളറിലായിരുന്നു. പിന്നെ അത് സെറ്റായി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. പിന്നെ നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷൻ അടിച്ചിട്ടാണോ എന്തോ, മേക്കപ്പൊക്കെ ഇട്ടിട്ടാണോ എന്തോന്നറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ ഹലോ, അപ്പം ഞങ്ങളിന്ന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ഓരോന്ന് കഴിഞ്ഞ് ഇപ്പം ഫേസിൽ ഫസ്റ്റ് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കണ്ണ്, ഐബ്രോ, പൊട്ട് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇതാണ് ഡ്രസ്സ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഫേസും ഡ്രസ്സും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഹെയറിലേക്കാണ് കേട്ടോ പോയത്. ഹെയറിൻ്റെ സെക്ഷനൊക്കെ ഹെയറും ഓർണമെൻറ്റ്സിലേക്കായിരുന്നു പോയത്. അങ്ങനെ ഹെയറും ഓർണമെൻറ്റ്സും ഒക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്കിലേക്കാണ്. ഏറ്റവും ലാസ്റ്റാണ് ലിപ്സ്റ്റിക്ക് ഇട്ടത്. പിന്നെ കണ്ടിട്ടുണ്ടോ പിന്നെ അത് ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടോ എല്ലാം സെറ്റായിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ചിലങ്കിൽ ലിപ്സ്റ്റിക് ഇട്ട് പുറത്തേക്ക് നിൽക്കണം. ആരും ഒരുങ്ങി കഴിഞ്ഞ് ചെറിയ മക്കളും അമ്മമാരും ഒരു വീട് നിറച്ച് ആൾക്കാരുണ്ട്. എല്ലാ ടീംസും അയ്യോ എൻ്റെ മുടി കൂടി നല്ല ടെൻഷനുണ്ട്, എന്താവുന്നൊന്നും അറിയില്ല. ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ഭയങ്കര സന്തോഷം, എന്താ അറിയില്ല, സന്തോഷമുണ്ട് ടെൻഷനുമുണ്ട്. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോയത്. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആയു എന്നെ ഈ കുളത്തിൽ കണ്ടിട്ടേ ഇല്ല. ആയു ഭയങ്കര കച്ചറയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഞാൻ കണ്ടിട്ടേ ഇല്ല.
പിന്നെ ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, എന്നെ കണ്ടിട്ടില്ല. പിന്നെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയതായിരുന്നു അതിനെ. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, മാമനും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റി. അപ്പം ഈ വീഡിയോ ഇടാനും കുറച്ച് നേരം വൈകി. അതെന്ന് വെച്ചാൽ ഫുൾ തിരക്കിലും കാര്യങ്ങളിലായിരുന്നു, എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും കൂടെ അങ്ങനെ നിർത്തിയിട്ടതായിരുന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. പരിപാടീൻ്റെ കുറച്ച് വീഡിയോ കാര്യങ്ങളും കിട്ടാനുണ്ട്. അപ്പോൾ ഞാനത് കൂടി കിട്ടിയതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. വീഡിയോ കിട്ടിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ചെറിയ ഭാഗങ്ങൾ ഞങ്ങൾ ഡാൻസിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേമാതിരി അന്ന് പരിപാടി വന്ന് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.